നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഓരോ പാർട്ടികളിലും അടുത്ത മന്ത്രിസ്ഥാനത്തിനും പ്രധാനമന്ത്രി സ്ഥാനത്തിനുമായി ചൂടുപിടിച്ച ചർച്ചകൾ നടക്കുകയാണ്. എന്നാൽ പുതിയ ദേശീയ അധ്യക്ഷൻ ആരാവും എന്നത് സംബന്ധിച്ച ചർച്ചകളാണ് BJP-യിൽ പുരോഗമിക്കുന്നത്. ഇപ്പോൾ തന്നെ പല പേരുകളും ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മൊത്തത്തിലൊരു അഴിച്ചുപണി ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. നിലവിലെ അധ്യക്ഷൻ JP നദ്ദയുടെ കാലാവധി ജൂണിൽ അവസാനിക്കും. ജനുവരിയിൽ അവസാനിക്കേണ്ടിയിരുന്ന കാലാവധി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ നീട്ടിയിരിക്കുകയായിരുന്നു. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ, കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ എന്നിവരുടെ പേരുകളാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് ഉയരുന്നത്. ഹരിയാന മുൻ മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടർ, അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ, മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് തുടങ്ങിയ പേരുകളും കേൾക്കുന്നുണ്ട്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ നദ്ദ തന്നെ 2 വർഷം കൂടി തുടരാൻ സാധ്യതയുണ്ടെന്നും ശ്രുതിയുണ്ട്. 5 തവണ ലോക്സഭാംഗവും 18 വർഷത്തോളം മുഖ്യമന്ത്രിയുമായിരുന്ന ശിവരാജ് സിംഗ് ചൗഹാനും പരിഗണനയിലുള്ള പ്രധാനിയാണ്. അടൽ ബിഹാരി വാജ്പേയി, സുഷമ സ്വരാജ് എന്നിവർ മത്സരിച്ച് ജയിച്ചു വന്ന ദിശയിൽ നിന്ന് ചൗഹാൻ ഇത്തവണ വീണ്ടും ലോക്സഭയിലേക്ക് മത്സരിക്കുന്നുണ്ട്. മധ്യപ്രദേശിൽ വൻ ജയം നേടിയ ശേഷം ചൗഹാനെ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് മാറ്റി നിർത്തിയത് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ സ്ഥാനം നൽകാനാണെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ജനങ്ങളുമായുള്ള അടുത്ത ബന്ധവും സംഘടനാ പാഠവും ശിവരാജ് ചൗഹാന് മുതൽക്കൂട്ടാണ്. BJP-യുടെ മാധ്യമ വിഭാഗം അടുത്ത കാലത്ത് ചൗഹാന്റെ പ്രചരണ പരിപാടികളും പങ്കുവച്ചു തുടങ്ങിയതും അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്നാഥ് സിംഗ്, JP നദ്ദ, അമിത്ഷാ എന്നിവരുടെ പരിപാടികൾ മാത്രമാണ് ഇതുവരെ പങ്കുവച്ചിരുന്നത്. സംസ്ഥാന BJP പ്രസിഡന്റും പാർട്ടി പാർലമെന്ററി ബോർഡ് അംഗവുമായിരുന്ന ചൗഹാനു പുറമെ RSSന്റെ ഉറച്ച പിന്തുണയുള്ള ധർമ്മേന്ദ്ര പ്രധാന്റെ പേരും ഉയരുന്നുണ്ട്. 3ാം മോദി മന്ത്രിസഭ അധികാരത്തിലേറുകയാണെങ്കിൽ ചൗഹാന് വലിയ സ്ഥാനം ലഭിക്കുമെന്നും പ്രധാൻ പാർട്ടി ചുമതലയിലേക്ക് മാറുമെന്നുള്ള സംസാരവും ശക്തമാണ്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ BJP-ക്ക് വലിയ നേട്ടമുണ്ടാക്കിയ ഹിമന്ത ബിശ്വ ശർമ്മ മികച്ച സംഘാടകനാണെങ്കിലും RSS പശ്ചാത്തലമില്ലാത്തത് ഒരു തിരിച്ചടിയാണ്. ദേവേന്ദ്ര ഫട്നാവിസ് കേന്ദ്ര നേതൃത്വത്തിലേക്ക് വരുന്നത് സംബന്ധിച്ചും അഭിപ്രായമുണ്ട്. ഹരിയാനയിൽ ഭരണ തുടർച്ച നൽകിയ ഖട്ടറും മികച്ച സംഘാടകനാണെന്ന് പേരെടുത്തയാളാണ്. ഖട്ടറിനെ അപ്രതീക്ഷിതമായി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റിയത് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാനാണെന്നും സൂചനകൾ ഉണ്ടായിരുന്നു. ഇത്തവണ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നുണ്ട്. ദേശീയ നേതൃത്വത്തിന് പുറമെ കേരളം അടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങളിലും നേതൃത്വത്തിൽ അഴിച്ചുപണി ഉണ്ടാകും എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.